രണ്ടാളുകൾ നിന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ എന്നോട് പറയാം ഷെഫീൽ, രണ്ടാളുകൾ നിന്നെ കാണാൻ വന്നിട്ടുണ്ട്, ഇപ്പൊ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്നോട് വന്നിട്ട് എങ്ങനെയാ പറയാ? ടു പീപ്പിൾ. പീപ്പിൾ ആണോ? അത് ഒരാളാണെങ്കിൽ പേഴ്സൺ, ഒന്നിൽ കൂടുതലാകുമ്പോ എന്താ പറയാ? പേഴ്സൺസാ പീപ്പിളാ? കൺഫ്യൂഷൻ ആയി. അപ്പോ നോ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് രണ്ടാളുകളിൽ ടു പീപ്പിൾ എന്ന് പറയാം. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരാള്, ഒന്നിൽ കൂടുതലാകുമ്പോ പേഴ്സൺസ് അല്ല പീപ്പിൾ. ടു പീപ്പിൾ. പിന്നെ തൊട്ട് മുമ്പ് സംഭവിച്ചാണ്, ഇപ്പോഴവിടെ അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടു പീപ്പിൾ ഹാസ് അല്ല, രണ്ടാളുകളുണ്ട്. ഓക്കെ, ടു പീപ്പിൾ ഹാവ് കം ടു മീറ്റ് യു. സിമ്പിൾ അല്ലേ? ടു പീപ്പിൾ ഹാവ് കം ടു മീറ്റ് യു. ക്ലിയർ? ഇനി സംശയമൊന്നുമില്ലല്ലോ. സോ ഗൈസ്, ഇത് ഇംഗ്ലീഷിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഏറ്റവും ബേസിക് ആയ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരുപാട്, ഇതൊരു ഏകദേശം ഒരു 30 സെക്കൻഡോട് നിങ്ങൾ പഠിച്ചില്ലേ? അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു 2 മാസം സമയം തരുവാണെങ്കിൽ, നിങ്ങൾ ഫ്രീ ഉള്ള സമയത്ത് ലോകത്തിന്റെ എവിടെ ഇരുന്നു നിങ്ങൾ ഫ്രീ ഉള്ള ഒരു അരമണിക്കൂർ, അങ്ങനെ 2 മാസം നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. നിങ്ങളുടെ മിസ്റ്റേക്സ് എല്ലാം ഞങ്ങൾ കറക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് സംസാരിക്കാൻ പേടിയുണ്ടോ ഇംഗ്ലീഷ്? കുറച്ച് പേടിയില്ലേ? അപ്പൊ ആ പേടിയെല്ലാം ഞങ്ങൾ മാറ്റി തന്ന് ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് കട്ടൊക്കെ നിങ്ങളുടെ കൂടെ നിന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കാണ്. നല്ല റിസൾട്ട് ഉണ്ടാവും. 2 മാസം സമയം, വളരെ ചെറിയ ഫീ, ലോകത്തിന്റെ എവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്യാം. അപ്പൊ മുകളിൽ പോവാ, ബയോയിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യാം, ജോയിൻ ചെയ്യാം. താങ്ക് യു.